ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഏപ്രിൽ 22. ഈ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശംസകൾ അർപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ശുഭദിനാശംസകളും നിങ്ങൾക്ക് നൽകുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ലേവ്യ പുസ്തകം 18-ാമത്തെ അധ്യായമാണ്. വളരെ രസകരമായിരിക്കുന്ന ഒരു അധ്യായമാണിത്. ഒരുപാട് ന്യായപ്രമാണത്തിലെ പ്രമാണങ്ങൾ ദൈവം ഈ അധ്യായത്തിൽ നൽകിയിട്ടുണ്ട്. ഓരോ പ്രമാണങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രസ്താവനയുണ്ട്. അത് ചെയ്യുന്ന മനുഷ്യൻ അതിനാൽ ജീവിക്കും. ന്യായപ്രമാണത്തിലെ പ്രമാണങ്ങളെല്ലാം നൽകിയിട്ട് ദൈവം പറഞ്ഞത് ചെയ്യുന്ന മനുഷ്യൻ അതിനാൽ ജീവിക്കുമെന്നാണ്. ന്യായപ്രമാണം എന്ന് പറയുന്നത് ചെയ്യാനുള്ള പ്രമാണങ്ങളാണ്. വായിച്ച് ആസ്വദിക്കാനുള്ള പ്രമാണങ്ങളല്ല, ചെയ്യാനുള്ള പ്രമാണങ്ങളാണ്. അത് ചെയ്തെങ്കിൽ മാത്രമേ, തന്നിട്ടുള്ള പ്രമാണങ്ങളെ അനുസരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ ലഭിക്കുവാനായിട്ട് സാധിക്കൂ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം ഒരു കാര്യം കാണുന്നുണ്ട്. എന്താണ്? ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു മനുഷ്യനും ദൈവത്തിന് നീതീകരിക്കപ്പെടുകയില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുവാൻ ഒരു മനുഷ്യന് സാധിക്കില്ലെന്നുള്ളതാണ്. ഒരു മനുഷ്യനും സാധിക്കുകയില്ല. അത് ചെയ്യുന്ന മനുഷ്യൻ അതിനാൽ ജീവിക്കും, പക്ഷേ സാധിക്കുകയില്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, നമുക്ക് അനുസരിക്കുവാൻ കഴിയുന്ന ഒരു പ്രമാണം തന്നിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു പ്രമാണമല്ല തന്നത്. ന്യായപ്രമാണം എന്തിനു വേണ്ടിയാണ് തന്നത്? നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയല്ല, നമുക്ക് പാപബോധം വരുത്തുവാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത്. പാപബോധം വരുത്തുവാനാണ്. ന്യായപ്രമാണപ്രകാരം ജീവിക്കാനായിട്ട് ഒരു മനുഷ്യൻ ശ്രമിക്കുമ്പോൾ അവൻ വളരെ വേഗം കണ്ടെത്തുന്ന ഒരു കാര്യമുണ്ട്. എന്നെക്കൊണ്ടിത് സാധിക്കുകയില്ല. അത് സാധിക്കണമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്നില്ല. നീ ന്യായപ്രമാണം അനുസരിച്ച് രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ഉദ്ദേശിക്കുന്നില്ല. കാരണം ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് ആരും ദൈവത്തിന് നീതീകരിക്കപ്പെടുന്നില്ല. പിന്നെ എന്ത് ചെയ്യുന്നു? ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യന് പാപബോധമാണ് വരുന്നത്. നമ്മളൊരു രോഗം വന്നിട്ട് ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ എന്താ പറയുമെന്ന് അറിയാം? ആദ്യം പറയും നമുക്കൊരു ECG എടുക്കാമെന്ന് പറയും. നമ്മൾ ECG എടുത്തു. അതുകൊണ്ട് നമുക്കൊരു എക്സ്റേ എടുക്കാമെന്ന് പറയും. എക്സ്റേ എടുക്കാം. നമുക്കൊരു MRI സ്കാൻ ചെയ്യാമെന്ന് പറയും. ഒരു CAT സ്കാൻ ചെയ്യാമെന്ന് പറയും. നമുക്കത് ചെയ്യാമെന്ന് പറയും. നമ്മൾ ബ്ലഡ് ഒന്ന് പരിശോധിക്കാമെന്ന് പറയും. സ്റ്റൂളൊന്ന് പരിശോധിക്കാമെന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ ഒരു പരിശോധനകളുടെ ഒരു സീരീസ് തന്നെയാണ്. ഒരു 10,000-20,000 രൂപയുടെ പരിശോധനകൾ തന്നെ ചെയ്യും. ഈ പരിശോധനകൾ എന്തിനു വേണ്ടിയാണ് തരുന്നത്? നമ്മെ സൗഖ്യമാക്കാൻ വേണ്ടിയാണോ? നമ്മുടെ ജീവിതകാലം മുഴുവനും ലാബുകൾ കയറി ഇറങ്ങി പരിശോധന ചെയ്താലും രോഗത്തിന് സൗഖ്യം വരില്ല. ഈ പരിശോധന എന്തിനാണെന്നറിയാമോ? നാം രോഗിയാണെന്ന് ബോധ്യപ്പെടുത്താനാണ്. നിനക്ക് ക്യാൻസറുണ്ട്, നിനക്ക് ക്ഷയമുണ്ട്, നിനക്ക് ഈ രോഗമുണ്ട്, നിനക്ക് ആ രോഗമുണ്ട്. ഈ രോഗത്തെക്കുറിച്ച് ബോധം വരുത്തുവാനാണ് ഈ പരിശോധനകളെല്ലാം. അല്ലാതെ സൗഖ്യം തരാൻ വേണ്ടിയല്ല. രോഗത്തെക്കുറിച്ച് ബോധം വന്നുകൊണ്ട് നമുക്ക് സൗഖ്യം വരുമില്ല. പിന്നെ എന്ത് ചെയ്യും? രോഗത്തെക്കുറിച്ച് ബോധം വന്നതിന് ശേഷം കാണേണ്ട ഡോക്ടറെ കാണണം. ഹാർട്ടിനാണ് രോഗമെന്ന് ബോധ്യമായ കാർഡിയോളജിസ്റ്റിനെ കാണും. അങ്ങനെ ഓരോ ഏത് അവയവത്തിനാണോ രോഗം അതിന് ബന്ധപ്പെട്ടതായിരിക്കും ഡോക്ടറെ പോയി കാണും. ഡോക്ടറെ പോയി കണ്ടെത്താൻ അദ്ദേഹമാണ് മരുന്ന് കുറിക്കുന്നത്, അദ്ദേഹമാണ് സർജറി ചെയ്യുന്നത്, അദ്ദേഹമാണ് മരുന്ന് കുറിക്കുന്നത്. ആ മരുന്നാണ് നമുക്ക് സൗഖ്യം തരുന്നത്. പഴയ നിയമം എന്ന് പറയുന്ന ലാബാണ്. പഴയ നിയമം എന്ന് പറഞ്ഞാൽ വിശാലമായിരിക്കുന്ന ഒരു ലാബാണ്. അതിൽ പോയി ആളുകൾ എന്ത് ചെയ്യും? അതിൽ പോയിട്ട് ടെസ്റ്റുകളെല്ലാം നടത്തി അവനെ വരുമ്പോൾ എന്ത് പറയും? എനിക്ക് ക്യാൻസർ ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞ് ടെസ്റ്റ് കാണിച്ച് എനിക്ക് ക്യാൻസർ ഉണ്ടെന്നാണ്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? അയ്യോ, അതിന് യേശു ക്രിസ്തു എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ടല്ലോ തന്നെ അടുത്ത മുറിയിൽ. ആ ഡോക്ടറുടെ അടുത്ത് ചെല്ലുക. അദ്ദേഹം അതിന് മതിയായ മരുന്ന് തരും. അവിടെയാണ് യേശു ക്രിസ്തു. കൃപയുടെ സുവിശേഷവും ന്യായപ്രമാണവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ന്യായപ്രമാണം പാപത്തെക്കുറിച്ച് ബോധം വരുത്തിയിട്ട് ഭാവിയെ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു പ്രവൃത്തിയും ചെയ്യേണ്ട, ഒരു പ്രവൃത്തിയും ചെയ്യേണ്ട. നിങ്ങളൊരു മലയിലും പോകണ്ട, നിങ്ങളൊരു പള്ളിയിലും പോകണ്ട, നിങ്ങളൊരിടത്തും പോകണ്ട. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് നിങ്ങളുടെ പാപങ്ങളെ പറഞ്ഞാൽ ധാരാളം മതി. കാൽവറിയിലെ രക്തം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണം നമ്മുടെ സകല പാപങ്ങൾക്കും പരിഹാരമാണ്. അവിടെ ചെന്ന് വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എത്ര മനോഹരമായിരിക്കുന്ന രക്ഷയുടെ ക്രമീകരണമാണ് ദൈവം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 18-ാം അധ്യായത്തിൽ അനേക നിയമങ്ങളെക്കുറിച്ച് കൂടെ പറഞ്ഞതിന് ശേഷം അവസാനം പറയുന്നത് എന്താണ്? അത് ചെയ്യുന്ന മനുഷ്യൻ അതിനാൽ ജീവിക്കുമെന്നാണ്. അത് ശരി, നല്ലതാണല്ലോ. പക്ഷേ എങ്ങനെയാണ് സാധിക്കുന്നത്? ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് പിന്നെ എന്താണ്? നിനക്ക് വേണ്ടി എല്ലാം ചെയ്ത ഒരു ഡോക്ടറുണ്ട്, നിനക്ക് വേണ്ടി എല്ലാം ചെയ്തതായിരിക്കുന്ന ഒരു രക്ഷകനുണ്ട്. ആ രക്ഷകൻ്റെ അടുക്കിലേക്ക് ചെയ്യുക. അവിടെ ചെല്ലുമ്പോൾ ഡു എന്നല്ല പറയുന്നത്. ഇറ്റ് ഈസ് ഡൺ എന്നാണ് പറയുന്നതാണ്. അവിടെ ഡു എന്നുള്ള കൽപ്പനയല്ല. ഡൺ ചെയ്യപ്പെട്ടിരിക്കുന്നു, പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. നീ സ്വീകരിക്കുക, കൈ നീട്ടി സ്വീകരിക്കുക മകനെ, എല്ലാം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു എന്നാണ്. കർത്താവ് ഭൂമിയിലായിരുന്ന കാലത്ത് പറഞ്ഞ ചില ഉപമകളുണ്ട്. അതൊരു ഉപമയെന്ന് പറഞ്ഞാൽ മകൻ്റെ കല്യാണത്തിന് വേണ്ടി ക്ഷണിച്ചിട്ട് എന്താ പറയുന്നത്? എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവിൻ. എൻ്റെ കാളുകളെയും മൃഗങ്ങളെയും അറുത്തിരിക്കുന്നു, നല്ല വീഞ്ഞും റെഡിയാക്കിയിരിക്കുന്നു, വിരുന്നുശാല റെഡിയായിരിക്കുന്നു, വരുവീൻ, ആസ്വദിക്കുവിൻ എന്നുള്ളതാണ്. കർത്താവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് അതാണ്. ഡു എന്നുള്ളതല്ല. പിന്നെ ഇറ്റ് ഈസ് ഡൺ, ഒരുങ്ങിയിരിക്കുന്നു.
എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടത് മുഴുവനും ഒരുക്കിയിരിക്കുന്നു. നിങ്ങളിഞ്ഞ് വന്നാൽ മതി, നിങ്ങൾ വന്നത് സ്വീകരിക്കുക, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എത്ര മനോഹരമായിരിക്കുന്ന രക്ഷയുടെ ക്രമീകരണമാണ്. അപ്പോൾ ഈ അധ്യായം ഒരു നല്ല അധ്യായമാണ്. പഴയ നിയമ ന്യായപ്രമാണത്തിൻ്റെ എസൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. അത് ചെയ്യുന്ന മനുഷ്യൻ അതിനാൽ ജീവിക്കും. പക്ഷേ ചെയ്യാവുന്ന ഒരു പ്രമാണമല്ല അത് എന്നുള്ളത് കൊണ്ട് അത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് ആർക്കും രക്ഷപ്പെടുവാനായിട്ട് കഴിയുന്നില്ല. കൃപയുടെ പ്രവർത്തനമാണ്. കർത്താവിൻ്റെ അടുക്കൽ വന്ന ആളുകളൊക്കെ ചോദിച്ചു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ ചെയ്യേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? പ്രവൃത്തികളെ ചെയ്യണം. കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയാമോ? പിതാവ് ശുദ്ധീകരിച്ച് ഭൂമിയിലേക്ക് അയച്ച പുത്രൽ വിശ്വസിക്കുന്നതാകുന്നു ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. വിശ്വാസമാണ് പ്രവൃത്തി. വിശ്വാസം എന്ത് പ്രവൃത്തി? വിശ്വാസമെന്ന് പ്രവൃത്തി. ദൈവം ചെയ്ത പ്രവൃത്തിയെ വിശ്വാസത്തിൽ അംഗീകരിക്കുന്ന ഒരു പ്രവൃത്തി അതാണ്. ദൈവം ചെയ്ത രക്ഷയ്ക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികളെ വിശ്വാസത്താൽ അംഗീകരിക്കുക എന്നുള്ളതാണ് പ്രവൃത്തിയായിട്ട് ദൈവം അംഗീകരിക്കുന്നത്. ഒരു മനുഷ്യൻ ചെയ്ത സൽപ്രവൃത്തിയായിട്ട് ദൈവം അതിനെ അംഗീകരിക്കുന്നു. നിൻ്റെ വിശ്വാസത്തെ പ്രവൃത്തിയായിട്ട് ദൈവം അംഗീകരിക്കുന്നു. അതാണ് പുതിയ നിയമത്തിൻ്റെ ക്രമീകരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത് ശരിയാണ്. അത് ചെയ്യുന്ന മനുഷ്യൻ അതിനാൽ ജീവിക്കും. പക്ഷേ അത് ചെയ്യാനായിട്ട് നമുക്ക് കഴിയില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരിക, അങ്ങനെ വന്ന് രക്ഷ പ്രാപിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇന്ന് ന്യായപ്രമാണം ചെയ്ത് രക്ഷ പ്രാപിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. പക്ഷേ നമുക്കത് സാധിക്കില്ലെന്ന് കർത്താവും അപ്പോസ്തലന്മാരും ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞു. നമുക്ക് സാധിക്കുകയില്ല. നമുക്ക് വിശ്വാസത്താലുള്ള രക്ഷ മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ വന്ന് വിശ്വാസത്താലുള്ള രക്ഷ പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.